പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഈ വിഷയം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണമെന്ന് അറിയാമോ? എനിക്ക് തോന്നുന്നത് ദൈവം എൻ്റെ തലയിൽ എഴുതി തന്നിരിക്കുന്ന അഭിഷേകം അതാണെന്ന് തോന്നണം. കാര്യം 7 മുതൽ പോലും ഞാൻ ജനങ്ങളുടെ കണ്ണീരിന് വേണ്ടിയാണ് എപ്പോഴും ദൈവതിരുസ്ഥാനത്ത് നിന്നിട്ടുള്ളത്. അതായത് ഓരോ മനുഷ്യന്മാരനുഭവിക്കുന്ന വേദന, ജോലിയില്ലാത്തവർ, അതുപോലെ തന്നെ കടകളൊക്കെ നടത്തത്തില്ലേ, പിഴിക്കച്ചവടങ്ങളൊക്കെ നടത്തുമ്പോൾ അവരൊക്കെ നോക്കുമ്പോൾ അവരിടയ്ക്കൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ട്. ആൾക്കാർ പോയി നോക്കുമ്പോൾ ക്യാഷ് ബോക്സിൻ്റെ വലിപ്പ് മാറ്റി നോക്കി എന്ത് കച്ചവടം നടന്നിട്ടുണ്ടെന്ന് നോക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നോട്ട് കുറവാണെങ്കിൽ അവരുടെ മുഖത്തപ്പം കാണാൻ പറ്റും സങ്കടം. എന്താ കാര്യം? വൈകുന്നേരം വരുമ്പോൾ കടക്കാരും ബ്ലേഡുകാരും ഒക്കെ മേടിച്ച് അവർക്കെല്ലാം കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെയൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യൻ്റെ വേദനകളുണ്ട്. അതിനൊക്കെ അവച്ച് വെച്ച് നമുക്ക് പോകാൻ പറ്റത്തില്ല. അതുതന്നെയാണ് സുവിശേഷത്തിൻ്റെ പ്രശ്നം. അവന് ഉച്ചക്കും വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഈ ക്യാഷ് ബോക്സ് കട നടത്തുന്നവൻ ക്യാഷ് ബോക്സ് നോക്കിയിട്ട് അതിൻ്റെ അകത്തൊന്നും പൈസ കുറവാണെങ്കിൽ അവൻ ചോദിക്കുന്നത് വൈകുന്നേരം ബ്ലേഡുകാരെ ഇങ്ങനെ വിടും. അത് കഴിഞ്ഞ് നാളെ കുഞ്ഞിനെങ്ങനെ പള്ളിക്കൂടത്തിൽ പോകാനുള്ളത്, ഉടുപ്പ് മേടിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുടെ വേദനയില്ലേ, അതിനെയാണ് അമ്മ ഉടമ്പടിയാക്കി മാറ്റിയിരിക്കുന്നത്. അമ്മ എന്നിട്ട് എന്താ പറഞ്ഞത്? ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ല, ഗ്രേസിൽ വർക്ക് ചെയ്യും. അപ്പോൾ എൻ്റെ മക്കൾ ഗ്രേസ് വർദ്ധിപ്പിക്കാൻ നോക്കണം. അതിനാണ് ഞങ്ങളെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ തന്നിരിക്കുന്നത്. അത് ബുദ്ധിപൂർവ്വം ബോധപൂർവം ചെയ്ത് കഴിയുമ്പോൾ ദൈവം അതിലിടപെടും. എന്ത് ചെയ്യണമെന്ന് പരീക്ഷയ്ക്ക് വരെ ഇരുന്ന് പറഞ്ഞു കൊടുക്കണത്. അമ്മേ മതി, എനിക്ക് ജയിക്കാനുള്ളതായി. ബിബിൻ പറയുന്നുണ്ട്, പരീക്ഷ കൊണ്ടിരുന്നുണ്ട്, അമ്മേ മതി, എനിക്ക് ജയിക്കാനുള്ളതായെന്ന് പറയും. അത്രയും ദൈവം കാണിക്കുന്ന സിൻസിയറിറ്റി ഉണ്ട്. അത് നമ്മൾ കാണിക്കുന്ന സിൻസിയറിറ്റിക്ക് ബദലായിട്ട് വരേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് പരീക്ഷക്കാർ, ജോലിയില്ലാത്തവർ, ഇനി കുറേ പേര് സങ്കടം അനുഭവിക്കണം. എന്താണെന്ന് അറിയാമോ? അവർക്ക് വിസ വന്നിട്ടില്ല. അതാണ് അവരുടെ പ്രശ്നം. അവർക്ക് ഈ ആഴ്ചയിലൊക്കെ ക്ലാസ് തുടങ്ങുകയാണ്. ഓൺലൈൻ ക്ലാസ് തീരുകയും വെർച്വൽ ക്ലാസ് തീരുകയും ഫിസിക്കൽ ക്ലാസ് തുടങ്ങുകയും ചെയ്യുകയാണ്. പക്ഷേ വിസ ഇപ്പോഴും വന്നിട്ടില്ല. 10 ലക്ഷം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വേദനകളെ ആരാധനയാക്കി മാറ്റുകയാണ് ഇപ്പോഴ്. ഇതുപോലെ തന്നെയാണ് വീടും സ്ഥലവും, വസ്തു വിൽപ്പന, കടം, ഓരോരോ സാധനങ്ങൾ വിൽക്കാൻ ആഗ്രഹത്തിൽ സമയത്ത് വിൽക്കാൻ പറ്റാതിരിക്കുകയും, അപ്പോൾ സമയത്ത് വിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ വാങ്ങാൻ പറ്റാതിരിക്കുകയും ചെയ്യും. എല്ലാം ബ്ലോക്കാകും. ഒരു ബ്ലോക്ക് വന്നാൽ അതിൻ്റെ കൂടെ കുറേ ബ്ലോക്കുകൾ ഒരുമിച്ച് വരും. ഒരു ബ്ലോക്ക് മാറുമ്പോൾ എല്ലാ ബ്ലോക്കുകളും മാറും. അപ്പോൾ ഇതൊക്കെ ജീവിതം മുന്നോട്ട് പോകാനുള്ള മേഖലകളെല്ലാം ദൈവം ഇടപെടും. പക്ഷെ നിങ്ങൾ അതിൻ്റെ കൂടെ ഉടമ്പടിച്ചെടുക്കുമ്പോൾ അതാണ് പറഞ്ഞത്, അതിനുള്ള നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുക. അപ്പം നിങ്ങളുടെ കാര്യത്തിന് ദൈവം പ്രാധാന്യം തരും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, ഉള്ള വീട്ടിൽ പൊറുക്കാൻ പറ്റാത്തവരെ, കടക്കാര് കാരണം വീട് വിട്ടു പോകുന്നവരെ, നാട് വിട്ടു പോകുന്നവരെ തിരിച്ചു കൊടുക്കാൻ ജന്മത്ത് ആവത്തില്ലെന്നുള്ള ദുരന്ത സത്യം തിരിച്ചറിഞ്ഞ് ഉടമ്പടി മാതാവിന്റെ മുമ്പിലെ അഭയം പ്രാപിച്ചവരെ എല്ലാവരെയും ഓ ഈശോയെ, അമ്മയുടെ മധ്യസ്ഥത്തില് ഈ നിമിഷം ഈ ആരാധനയിൽ വെച്ചുകൊണ്ട് നിനക്ക് ഞങ്ങൾ ദുഃഖത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കണ്ണുനീരും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, കുടുംബ വിഷയങ്ങളിലെ വേദനപ്പെടുന്നവരെ, അവിശ്വസ്തത കാണിക്കുന്നവരെ, കുടുംബ കോടതിയില് കേസിലിരിക്കുന്നവരെ, ഡൈവേഴ്സിന്റെ വക്കിലെത്തിയവരെ, ഡൈവേഴ്സ് ആയിപ്പോയവരെ, ഒറ്റക്ക് ജീവിക്കുന്നവരെ, പലതരത്തിലുള്ള വീട്ടുഞെരുക്കങ്ങളിലെ പൊറുതിമുട്ടുന്നുള്ള മേൽ ദൈവത്തിന്റെ കാരുണ്യം ചൊരിയട്ടെ, ദൈവത്തിന്റെ കാരുണ്യം ചൊരിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ,
സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം. അത് തന്നെ, അതുപോലെ തന്നെ അവരാഴ്ച പ്രഗ്നൻ്റായി. പക്ഷെ ഇവരറിഞ്ഞില്ല. ഇവർ തിരിച്ച് റാലിക്ക് വന്ന്. റാലിക്ക് വരാൻ കാരണം ഇവർ പോയി കഴിഞ്ഞ് ഇവർക്ക് ഒരു ദിവസം രാത്രി ഈ നിഷ രാജയ്ക്ക് ഒരു സ്വപ്നം ഉണ്ടായി. സ്വപ്നം ഉണ്ടായെന്ന് വെച്ചാൽ ഒരു മാതാവ് എല്ലാവർക്കും മക്കളെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചോരക്കുഞ്ഞിനെടുത്ത് ഇവളുടെ കയ്യിൽ കൊടുത്ത്. അപ്പോൾ അവൾ പറയണത് അത് കൃപാസനം മാതാവ് അല്ല തന്നതെന്നാണ് പറയണത്. കൃപാസനം മാതാവിൻ്റെ ലക്ഷണമൊക്കെയാണ്, പക്ഷെ ഇത്രയും ചെറുപ്പമല്ല. ഒരു പ്രായമുള്ള കൃപാസനം മാതാവാണ് എനിക്ക് ചോരക്കുഞ്ഞിനെ തന്നത്. അപ്പം അതിൻ്റെ അകത്ത് മാത്രമേ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. കൃപാസനം മാതാവ് ഡ്രസ്സുണ്ട്, എല്ലാ കാര്യം ശരിയാണ്. എനിക്ക് കുഞ്ഞിനെ തന്ന കൃപാസനം മാതാവാണ്. പക്ഷേ ഈ കൃപാസനം മാതാവല്ല, അത് ഇത്തിരി പ്രായമുള്ള കൃപാസനം മാതാവ്. ഇത് ഏത് കൃപാസനം മാതാവാണെന്ന് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇവൾ അതിനുശേഷം തിരിച്ച് റാലിക്ക് വന്ന്, ഇപ്പോൾ നമ്മൾ റാലി തുടങ്ങാൻ പോവുകയാണല്ലേ ഇരുപത്. അപ്പം റാലിക്ക് വന്നപ്പോൾ ഇവൾ പ്രഗ്നൻ്റ് ആണ്, ഇവൾക്ക് അറിയത്തില്ലായിരുന്നു. റാലിക്ക് എഴുന്നള്ളിക്കണ കൃപാസനം മാതാവുണ്ട്. അത് നോക്കിയപ്പോൾ ഇവിടെ കണ്ണ് നിറഞ്ഞു പോയി. എന്താ കാര്യം? ഈ മാതാവാണ് എനിക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. സ്ഥിരീകരണമാണത്, സംഭവം സ്ഥിരീകരണമാണ്. അപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഇടയ്ക്കൊരു ചെറിയൊരു ആ കുഞ്ഞിനൊരു കുഴപ്പമുണ്ടായി. അപ്പോൾ ഭർത്താവ് 100 ദിവസം ഉപവാസം പ്രഖ്യാപിച്ചു. ഇടയ്ക്ക് എന്തോ കുഞ്ഞിനെ ഒരു ചെറിയ അവർക്ക് ബ്ലീഡിങ് ഉണ്ടായി. അതായത് കുഞ്ഞിൻ്റെ 7-ാം മാസം കുഞ്ഞിൻ്റെ ലങ്സ് ഉറക്കാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, അത് തള്ളക്ക് ആ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ അവർക്ക് ബ്ലീഡിങ് ഉണ്ടായി. അപ്പോൾ ഭർത്താവ് 100 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ചു. അപ്പോൾ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു, അയാൾ ഉപവാസത്തിലായിരുന്നു. അതാണ്. അപ്പം ഇങ്ങനെ നിങ്ങളെന്താ ഓരോരുത്തരുമേ ദൈവതിരുസന്നിധിയിൽ ദൈവത്തെ സീരിയസ് ആയിട്ട് കണ്ടിട്ടാണ് ഇങ്ങനെ ആൾക്കാർ ജീവിക്കുന്നത്. അല്ല വല്ലതും കൊണ്ട് വല്ലതൊക്കെ കാണിച്ച് വെച്ച് ഉടമ്പടി നിങ്ങൾ ഉഴപ്പരുത്. ശരിക്കും ഈ ഉടമ്പടി എടുക്കുന്ന ആൾക്കാരുടെ ജീവിത രീതികൾ നീ നോക്കണം. അപ്പോൾ ഭാര്യയ്ക്ക് ബ്ലീഡിങ് ആണെന്ന് കണ്ടപ്പോൾ ഭർത്താവ് 100 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിക്കുകയാണ്, ഒരു നേരം ഉപവാസം. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ദൈവത്തിന് തോന്നുന്നു നമ്മൾ സീരിയസ് ആണെന്ന്. നമ്മൾ ഒക്കട്ടെ കിട്ടിയ കൂട്ടി പോയ ചട്ടിയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഒപ്പിച്ചുണ്ടാക്കാൻ പോകുമ്പോഴാണ് ഉടമ്പടി തിരിച്ചടിക്കണത്. ആ ദൈവത്തിനെ പരീക്ഷിക്കണതല്ലേ. നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ തോന്നിയവാസം പോലെ നിങ്ങൾ ചിലത് ചെയ്തില്ല, അങ്ങനെയൊക്കെ വരുമ്പോഴും അതിൻ്റെ അത് ചിലത് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ അത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ഇപ്പോൾ ഒരെണ്ണം ചെയ്തില്ലെങ്കിൽ എല്ലാം ചെയ്യാത്തതുപോലെ വരും. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇപ്പോൾ നിങ്ങൾ റീഡിങ്ങിന് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡിങ്ങിന് മൊത്തം IELTS തോറ്റ പോലെയായി. IELTS പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് റീഡിങ്ങിന് നിങ്ങൾ തോറ്റു, ബാക്കി സ്പീക്കിംഗ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തോറ്റതുപോലെയായി. അതുകൊണ്ട് നിങ്ങൾക്ക് കയറിപ്പോകാനൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ ഉടമ്പടിയിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ച് ചെയ്ത് നിങ്ങൾക്ക് സൗകര്യപ്പെടുന്നത് സൗകര്യപ്പെടാത്ത ചെയ്യാതെ ഇരിക്കുമ്പോൾ അത് മാറ്റിവെക്കുമ്പോൾ ഇത് മൊത്തം ചെയ്യാത്തതുപോലെ. കാര്യം നിങ്ങൾക്ക് സൗകര്യപ്പെടുന്നത് ചെയ്യാൻ വേണ്ടിയല്ല ഉടമ്പടി എടുക്കുന്നത്. നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് ലക്ഷക്കണക്കിന് മനുഷ്യർ പരീക്ഷിച്ച് വിജയിച്ച ഒരു ദൈവിക പദ്ധതിയാണ്. അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യകാലങ്ങളൊക്കെ ചിലപ്പോൾ ഉടമ്പടി അത്രയും അറിവില്ലാത്തതുകൊണ്ട് തെറ്റിപ്പോകാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങളെ തിരുത്തുമ്പോൾ നിങ്ങൾ ഉടനെ അത് തിരുത്തി അതൊരു ഉടമ്പടി ഒരു വികാരമാക്കി മാറ്റണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും വേറെ ഒരു പ്രശ്നവും ഉടമ്പടിയിലില്ല. നിങ്ങൾ ഉടമ്പടി സീരിയസ് ആണെന്ന്
ദൈവത്തിന് ഒന്നും മനസ്സിലായാൽ മതി. അതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് ഉടമ്പടി നിങ്ങൾക്ക് ചിലർക്ക് ഫലിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉടമ്പടി ചെയ്വനകൾ ദൈവത്തിന് നിങ്ങൾ സീരിയസ് ആണെന്ന് മനസ്സിലായിട്ടില്ല. കാര്യം അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടില്ല. അതാണ് കുഴപ്പം. അത് സീരിയസ് ആയിട്ടാണ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല. ഇപ്പോൾ വാഴ നനയുമ്പോൾ ചീര നനയാമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പകുതി മകളെ അമ്മ ചെയ്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വിഭജിക്കാനൊന്നും പറ്റത്തില്ല. ഉടമ്പടി ബൈ പേഴ്സണാണ് എടുക്കുന്നത്, വ്യക്തിയല്ല എടുക്കുന്നത്. അപ്പോൾ ആ വ്യക്തിക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വം. ആരാണ് ഉടമ്പടി എടുക്കുന്നത് ആ വ്യക്തിക്കാണ് ദൈവത്തോട് പൂർണ്ണ ഉത്തരവാദിത്വം ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ചെറുക്ക് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്താ കാര്യം? ഉറപ്പായ ഒരു കാര്യത്തിന് ദൈവമായിട്ട് ഒരു ഉടമ്പടിയിലായിരിക്കുന്നു എന്നുള്ളതല്ലേ എൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയണത്. ഇപ്പം ഇത് മനുഷ്യനാണെങ്കിൽ ദൈവത്തോട് ഒത്തിരിയേറെ ചോദ്യങ്ങൾ മനുഷ്യൻ ഈശോ വന്നപ്പോൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. അതിലൊരു ചോദ്യം മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചില്ലേ? ഈശോയോട് ഒരു ചോദ്യം ഈശോയോട് ചോദിച്ചത്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അത് ഈശോയോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഈശോ അതിന് ഉത്തരം പറയും. പിന്നെ ഈശോയെ കണ്ടപ്പോൾ വേറെ ഒരുത്തൻ ചോദിച്ചു, സ്വർഗരാജ്യത്ത് വലിയവനാകാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഓരോരോ ചോദ്യങ്ങൾ ഈശോയോട് ചോദിച്ചു. വേറെ ഒരുത്തൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവഹിതപ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്ന് പറഞ്ഞാൽ, ദൈവഹിതപ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അതൊരു വലിയ ചോദ്യമാണ്. 6:28 വായിച്ച യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാൻ 6:28. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ആ ചോദ്യം കേട്ടില്ലേ? എന്ന് പറഞ്ഞ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ, അല്ലാതെ പ്രാർത്ഥിക്കുന്നവരല്ല. മനസ്സിലായില്ലേ? പ്രാർത്ഥിക്കുന്നവരല്ല. പിന്നെ ആരാണ്? ദൈവഹിത 6:28 എന്ന് പറഞ്ഞ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ ഈശോ ഒരു ഉത്തരം അതിന് പറയും. എന്താണ് ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തി? വായിച്ചത്. യേശു മറുപടി പറഞ്ഞു. യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഈശോ അവൻ്റെ അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി. വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വാസം എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പം അവനിൽ അയച്ചവന് വിശ്വസിക്കുക, അതാണ് ദൈവഹിതപ്രകാരമുള്ള പ്രവൃത്തി. അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസം പ്രവൃത്തികളാലാണ് നീതീകരിക്കപ്പെടുന്നത്. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ ഇതാണ് ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവന് വിശ്വസിക്കുക, അതല്ലേ നമ്മൾ കണ്ടത്. ഇപ്പം വിശ്വസിക്കുന്ന ഈശ്വര് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? എന്താണ് ഈ യാക്കോബ് 2:24 വർക്കൗട്ട് ചെയ്യണം. എന്താണ് അത്? വായിച്ചൊന്നൊരു വായിച്ചേ. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല
പ്രവർത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ ദൈവഹിത പ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. വിശ്വസിക്കുക എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസം നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തികൾ വഴിയാണ്. അതാണ് ഈ ഉടമ്പടി എന്ന് പറയണത്. പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്ത് പ്രവൃത്തികളാണ്? എന്തെങ്കിലും പ്രവൃത്തികളാണ്? അല്ല. പിന്നെ എന്താണ്? അവൻ പറയണ പോലെയുള്ള പ്രവൃത്തികൾ, അവൻ പറയണ പോലെ ചെയ്യുക. അതാണ് വിഷയം. അവൻ അത് വായിച്ച് യോഹന്നാൻ 2:5. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. അപ്പൊ ഈ അവൻ നിങ്ങളോട് ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തി എന്താ? ദൈവഹിത പ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. എന്ത് വിശ്വസിക്കണം എന്നുള്ള ഉത്തരം എന്താണ്? വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. എന്ത് പ്രവൃത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഇത് ഇൻ്റർകണക്റ്റഡാണ്. അപ്പോൾ ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമ്പടി ജീവിതമാണ്. കൈയടിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിപ്പിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടിപ്പിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന ഈ ബൈബിൾ വാക്യങ്ങളിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ചില ബുദ്ധിമുട്ടുള്ള അവസരങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഭരണങ്ങാനം പള്ളിയിൽ അൽഫോൻസാമ്മയുടെ സന്നിധിയിൽ എൻ്റെ നിയോഗങ്ങളൊക്കെ വെച്ച് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സഹോദരി എൻ്റെ കൈവശം ഒരു കൃപാസനം പത്രം തന്നു. ഞാനത് അതിനു മുമ്പ് ഇതുവരെ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഞാൻ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചു. വണ്ടിയിൽ ചെന്നിരുന്ന് ഞാനത് വായിച്ചു. വീട്ടിൽ ചെന്നിരുന്ന് പല ആവർത്തി വായിച്ചു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഈ സ്ഥലം വരെ നമുക്കൊന്ന് പോകണം. പുള്ളിയും സമ്മതിച്ചു. അങ്ങനെ 2018 ഡിസംബർ 17 ഞങ്ങളിവിടെ വന്നു. ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി കൗണ്ടറിൻ്റെ അരിക്കൽ ചെന്നു. അപ്പോൾ അവിടെ ഇരുന്ന ബ്രദർ പറഞ്ഞു, രണ്ടുപേരും എടുക്കണ്ട, ഒരാളെടുത്താൽ മതി. അങ്ങനെ ഞാൻ ഉടമ്പടി പത്രം സ്വീകരിച്ചു. എനിക്ക് നല്ലൊരു വിശ്വാസം എനിക്ക് വന്നു. ഞാൻ അന്നത്തെ ആ കാര്യങ്ങളിലെല്ലാം പങ്കെടുത്തു. എൻ്റെ നിയോഗങ്ങൾ ഞാൻ സമർപ്പിച്ചു. ഏറ്റവും പ്രധാനമായിട്ട് അന്ന് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന വിഷയം, എൻ്റെ മകളുടെ കുഞ്ഞ് സംസാരിക്കുന്നില്ല. അവർ ഓസ്ട്രേലിയയിലാണ്. 4 വയസ്സായിട്ടും പറയേണ്ട വാക്കുകളൊന്നും പറയല്ല. ഒരു 3-4 വാക്കുകൾ മാത്രം അവൻ പറയും. യെസ്, നോ, ഐം ഹംഗ്രി, ഗുഡ്, ഇത്രയൊക്കെയാണ് പറയുന്നത്. പ്രീ സ്കൂളിൽ പോകുമ്പോൾ ഇത് പോരാ. 1-ാം ക്ലാസ്സിൽ പോകുമ്പോൾ 6 വയസ്സാണ്. അപ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ കൂടി നേടണം. അവർ പറയുന്നു ഓട്ടിസം ഉണ്ടോ എന്നൊരു സംശയം. ഇവിടെ ജോലിക്ക് പോകുന്നുണ്ട്. അവർ പറയുന്ന സ്ഥലങ്ങളിലൂടെയെല്ലാം കുഞ്ഞിനെ സ്പീച്ച് തെറാപ്പിക്കായിട്ട് കൊണ്ടുപോകണം. വലിയ ബുദ്ധിമുട്ടാണ്. അവർ പറയുന്നത് സമയത്ത് ആ ദിവസങ്ങളിൽ കൊണ്ടുപോവുക, ഇവനെ പരിശീലിപ്പിക്കുക. ഇവൻ മുന്നോട്ട് വരുന്നില്ല. എന്നോട് സങ്കടപ്പെട്ട് പറയും, ഞാൻ പറയും, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, നീ പ്രാർത്ഥിക്കുക, ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്, നീ വിശ്വസിക്കുക, നീ പ്രാർത്ഥിക്കുക എന്ന് ഞാൻ പറഞ്ഞു. 2018 ഉടമ്പടി എടുത്തത് ഞാൻ പറഞ്ഞുവല്ലോ. അവന് 2019 ഏതാണ്ട് അവസാനമായപ്പോഴത്തേക്കും നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ചിരിച്ചുകൊണ്ട് സംസാരിക്കും. ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുകയുള്ളൂ. മലയാളം ഹാർഡാണെന്ന് അവൻ പറയുന്നത്. ഇത് അമ്മയുടെ അത്ഭുതകരമായ ഒരു ഇടപെടലാണ് എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ സഹോദരന് സ്വന്തമായിട്ടൊരു ഭവനമില്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാക്കണം. ഒരു ഭവനം അവനായിട്ട് ക്രമപ്പെടുത്തി കൊടുക്കാൻ ഞങ്ങളെക്കൊണ്ട് പറ്റുകയില്ല. പഠിക്കുന്ന 2 കുഞ്ഞുങ്ങളാണുള്ളത്. അവൻ വളരെയധികം വിഷമിക്കും. ഞങ്ങളുടെ മുന്നിൽ അവനത് പ്രകടിപ്പിക്കുകയില്ല. ഞങ്ങൾക്ക് വിഷമമാണ്.
ഞാൻ നിയോഗത്തിൽ ഈ സംഗതിയും വെച്ചിരുന്നു. ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. കോവിഡ് കാലത്ത് അവന് അത്ഭുതമെന്നോണം തരക്കേടില്ലാത്ത ഒരു ഭവനം സ്വന്തമാക്കുവാനായിട്ട് സാധിച്ചു. ഇതിനിടയ്ക്ക് തന്നെ അവൻ്റെ മകനെ അവൻ എൻജിനീയറിംഗ് പഠിപ്പിച്ചു, മകളെ BSc നഴ്സിംഗും പഠിപ്പിച്ചു. എൻജിനീയറിംഗ് പാസ്സായ മകന് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു കമ്പനിയിൽ മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ ആയിട്ട് ജോലിയും കിട്ടി. കല്യാണാലോചനയൊക്കെ തുടങ്ങി. 10-30 വയസ്സ് കഴിഞ്ഞു. ഒരു ആലോചനയും അവന് ശരിയായിട്ട് വരത്തില്ല. പ്രതീക്ഷിക്കാൻ വകയുണ്ട് എന്ന് പറഞ്ഞു പോകുന്നവർ പഴയ കാലത്ത് വീടില്ലായിരുന്നു എന്നുള്ള കാര്യം കണ്ടുപിടിച്ച് എല്ലാ ആലോചനകളും പോവും, ഡ്രോപ്പായി പോവും. എന്നോട് പറയും, ഞാനപ്പം എൻ്റെ വീട്ടിൽ വരും, കൊറോണ കാലത്താണ്, ജോലി ചെയ്യണമെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ഞങ്ങളുടെ വീട്ടിൽ വൈഫൈ ഉണ്ട്, അതുകൊണ്ട് ഇവൻ ഇങ്ങോട്ട് വരും. ഞാൻ വരുമ്പം അവന് കൃപാസനം പത്രം കൊടുക്കും. ചില സാക്ഷ്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് എൻ്റെ വീട്ടിൽ വരുന്ന എല്ലാ ആഴ്ചകളിലും എല്ലാ മാസങ്ങളിലും ഞാൻ അവനെ കാണിച്ചു കൊടുക്കും, വായിക്കാൻ പറയും. പ്രതീക്ഷിക്കുക, പ്രാർത്ഥിക്കുക, ദൈവം കൈവിടുകയില്ല. എന്താണേലും കൊള്ളാം, ഒരു വർഷത്തെ പരിശ്രമത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് അവന് സർക്കാർ ഉദ്യോഗസ്ഥരുടെ മകള് NIT-യിൽ PhD ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ അവന് വധുവായിട്ട് ലഭിച്ചു. ഇത് അത്ഭുതകരമായ ഒരു സാക്ഷ്യം തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു. അടുത്തത് എൻ്റെ മകൾക്ക് ഓസ്ട്രേലിയയിലാണ്. സാധാരണ അവിടെ ചെല്ലുമ്പോൾ 2-3 വർഷം അവർ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവിടെ ചെല്ലുന്നവർ ഈ ലോൺ വരുമല്ലോ, മോർട്ട്ഗേജ്, അത് കാരണം അവരാദ്യം ഒരു വീട് സ്വന്തമാക്കും. ഇവർക്ക് 8 വർഷമായിട്ട് സാധിക്കത്തില്ല. വീട് കാണാൻ എല്ലാ ആഴ്ചയിലും പോകും. അവിടെ വീട് ഓപ്പണായിരിക്കുന്ന സമയത്ത് പോവും, പോയേച്ച് വരും. ചർച്ച ചെയ്ത് കഴിഞ്ഞ് ഏജൻറ്റുമായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് വരുന്നത്. ചർച്ച ചെയ്ത് കഴിയുമ്പോൾ 3 പിള്ളേരൊരു സ്കൂളിൽ, അമ്മ ഒരിടത്ത്, അപ്പം ഒരിടത്ത്. അപ്പോൾ മകൾക്ക് പോകണമെങ്കിൽ, കുഞ്ഞിനെ സ്കൂളിൽ എത്തിക്കണമെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ല. സിറ്റിയോടടുത്താണ്, സിറ്റിയോടൊക്കെ അടുത്ത്. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ട്. 4 വർഷത്തോളം ഇങ്ങനെ വീട് തപ്പി നടന്നു. ഭയങ്കര നിരാശ. അവിടെ ചെന്നിട്ട് 5-8 വർഷമാകുന്നു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുക, അസാധ്യമായിട്ടൊന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ പോകാൻ വഴി. ബഹളം വെച്ചിട്ടും ടെൻഷൻ അടിച്ചിട്ടും വഴക്കുണ്ടാക്കിയിട്ടും കാര്യമില്ല. പ്രാർത്ഥിക്കുക. 1 അല്ല 2 അല്ല, 3-ാമത്തെ കുഞ്ഞുമാകാറായിരിക്കുന്നു. 3-ാമത്തെ കുഞ്ഞ് ആകാറായി. പുതിയ സ്ഥലം വീട് കണ്ടുപിടിച്ചു, വീട് വാങ്ങിച്ചു. ആ കുഞ്ഞിനെയും കൊണ്ടാണ് ആ വീട്ടിലവർ താമസം ഉറപ്പിച്ചത്. ദൈവമാതാവിൻ്റെ അത്ഭുതകരമായ ഒരു പ്രവൃത്തിയായിട്ട് ഞാനിത് കാണുന്നു. അടുത്തതായിട്ട് എൻ്റെ സഹോദരി ഭർത്താവ് മരിച്ചുപോയി. ഒരു മകളെ കല്യാണം കഴിച്ചയച്ചു. മകന് MCom ബിരുദം എടുത്തു. അപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവന് അക്കൗണ്ടിങ് KPMG ജോലിയുണ്ട്. അവന് പോകാൻ മടി. ഉടനെ അവൻ B.Ed-ന് പോയി. അങ്ങനെ MCom വിത്ത് B.Ed ആയി. എന്താണേലും ശരി, 2 വർഷത്തെ B.Ed കോഴ്സ് പാസ്സായി വന്നു. യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ എയ്ഡഡ് സ്കൂളിൽ അവന് നിയമനം ലഭിച്ചു. ഇതെല്ലാം അമ്മ മാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയ്ക്കും മാതാവിനും നന്ദി. എൻ്റെ പേര് മെർലിൻ. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. നവംബർ 13, 2019 അമ്മയുടെ ഉടമ്പടി എടുക്കുന്നത്. അതിൽ അമ്മ ഉടമ്പടിയിൽ വെച്ച പ്രധാനപ്പെട്ട 2 കാര്യങ്ങളായിരുന്നു. എനിക്കൊരു ജോലി ലഭിക്കുക, പിന്നെ ഞങ്ങൾക്ക് ഒരു ഭവനം ഉണ്ടാവുക. അതിൽ ഞാൻ അമ്മയുടെ കൂടെ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് പഠിക്കുകയായിരുന്നു. BCom ഡിഗ്രി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് എറണാകുളത്ത് ഒരു കോഴ്സ് ചെയ്യുമായിരുന്നു. ആ സമയത്താണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പം പഠിച്ചിറങ്ങി ഉടനെ തന്നെ ഒരു ജോലി ലഭിക്കണമെന്നായിരുന്നു അമ്മ വെച്ച ആദ്യത്തെ ഒരിത് ഉടമ്പടിയിൽ. അതിനുശേഷം 2020 നവംബർ 22 എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ലഭിച്ചു. പക്ഷെ അതിൽ അത്ഭുതമായിട്ടുള്ള കാര്യം, അവർ വിളിച്ച ഇൻ്റർവ്യൂവിൽ ഞാൻ ആ ഒരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂവിന്
അപ്ലൈ പോലും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് അവർ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ ഇൻ്റർവ്യൂവിന് പോവുകയും അമ്മ എൻ്റെ കയ്യിൽ ഈ മാതാവിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു. അതിനായിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയത്. ആദ്യം കയറിയത് ഞാനായിരുന്നു. അത് കയറി ഫസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം പറയാൻ സാധിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം എനിക്ക് ഒരു കോള് വന്നു, നിങ്ങൾ സെലക്റ്റായി എന്നും പറഞ്ഞിട്ട്. അത് മാതാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ്. കാരണം എങ്ങനെയാണ് ഈ ഇൻ്റർവ്യൂവിന് ഞാൻ പോയതെന്നോ എങ്ങനെയാണ് ഉത്തരങ്ങൾ പറഞ്ഞതെന്നോ ഒന്നും എനിക്കറിയത്തില്ല. അതിനുശേഷം എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ടാപ്പിംഗ് തൊഴിലാളിയാണ്. അതുകൊണ്ട് വീട്ടിൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ 17 വർഷത്തോളമായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇപ്പോഴും വാടകയ്ക്ക് തന്നെയാണ് താമസിക്കുന്നത്. അവൾ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് വാടകയ്ക്കോ അച്ചാച്ചൻ്റെ ദിവസ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് വാടക മാത്രം കൊടുക്കാൻ വീട്ടിൽ സാധിച്ചിരുന്നുള്ളൂ. ആ സമയത്ത് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എനിക്ക് നല്ലൊരു ജോലി, പുറത്തോട്ടൊരു ജോലി കിട്ടുക എന്നൊരു മാർഗം മാത്രമേ ഉള്ളൂ. എന്നാലേ എനിക്ക് എൻ്റെ കുടുംബത്തിനെ രക്ഷിക്കാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ അമ്മ ഉടമ്പടിയിൽ വെച്ചിരുന്നൊരു സ്ഥലമാണ് എനിക്ക് ഷാർജയിൽ ജോലി കിട്ടുക എന്നുള്ളത്. അപ്പം ഒരു ദിവസം എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരു ആൻറ്റി വഴി എനിക്ക് ഷാർജയിൽ ഒരു ജോലി ലഭിച്ചു. അവർ വിളിച്ചു, ഇങ്ങനെ ഒരു ജോലിയുണ്ട് അക്കൗണ്ടൻ്റായിട്ടാണ്, നിങ്ങൾക്ക് വരാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ആ സമയത്ത് തന്നെ പറഞ്ഞു എനിക്ക് വരാം. കാരണം എനിക്ക് പോയില്ലെങ്കിൽ എനിക്ക് എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ പറ്റത്തില്ല. അത് മാതാവ് തന്ന വലിയൊരു ഇതാണ്. കാരണം എൻ്റെ അമ്മ വെച്ച അതേ സ്ഥലത്ത് തന്നെ മാതാവ് എനിക്കൊരു ജോലി തന്നു. ഇപ്പം ഞാൻ 1 വർഷമായിട്ട് ഷാർജയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് അത്യാവശ്യം നല്ലൊരു സാലറി തന്നെ അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഈ ജോലിയിൽ നിന്ന്. അതുകൊണ്ട് മറ്റുള്ളവരെ എനിക്ക് പറ്റുന്ന പോലെ രീതിയിൽ സഹായിക്കാനും മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ രണ്ടാമത് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ഞങ്ങളുടെ ഭവനത്തിൻ്റെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ 17 വർഷമായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ താമസിക്കുന്ന കോട്ടയത്താണെങ്കിലും എരുമേലിയിലാണ് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലവും അതുപോലെ തന്നെ വീട് പണിതുകൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ വീട് പകുതിയായി ലോൺ എടുത്തു, 4-5 ലക്ഷം രൂപ ലോൺ എടുത്തു. തീർന്നില്ല പണിയും എന്തൊക്കെയോ പല തടസ്സങ്ങൾ കാരണം തീരാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ പാറമടയുടെ ഇഷ്യൂ വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വീട് മുന്നോട്ട് പണിയാനോ അതുപോലെ തന്നെ അതിൽ താമസിക്കാനും ഞങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം പാറമടയുടെ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു, നിങ്ങളത് വിറ്റിട്ട് പോകുന്നതായിരിക്കും നല്ലത്, അവിടെ താമസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു.